നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിൽ ലക്ഷങ്ങൾ കടം വാങ്ങി നിർമ്മിച്ച ഒരു വീട്, പക്ഷേ ആ വീട്ടുകാർക്ക് താമസിക്കാനാകാത്ത അവസ്ഥ. വീടിനടിയിൽ വലിയ ഗുഹ കണ്ടെത്തിയതിനെ തുടർന്ന് ആ കുടുംബം വളരെയധികം ഭയത്തിലും ആശങ്കയിലും വിഷമത്തിലുമൊക്കെയാണ്. താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, വലിയ പ്രതിസന്ധിയിലാണ്. വീടിന് താഴെയായിട്ടാണ് വലിയൊരു ഗുഹ രൂപപ്പെട്ടത്. ലക്ഷങ്ങൾ കടം വാങ്ങി പണി പൂർത്തിയാക്കിയ വീട്ടിലാണ് ഇത്തരത്തിലൊരു വലിയൊരു ഗുഹ കണ്ടെത്തുകയും താമസയോഗ്യമല്ല എന്ന വിലയിരുത്തലെത്തുകയും ചെയ്തത്. ഒരു സുരക്ഷിതത്വമില്ലായ്മയുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വീടിൻ്റെ ബലക്ഷയത്തെക്കുറിച്ചും ഭാവിയിലെ സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കയിലാണ് ഈ കുടുംബം ആയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വീടെന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ഒരു വീട് നിർമ്മിക്കാൻ എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ലക്ഷങ്ങളൊക്കെ കടം വാങ്ങി ഒരു വീട് നിർമ്മിക്കുന്നു, പക്ഷേ അവിടെ വാസയോഗ്യമല്ല എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഈ വീടിൻ്റെ പിൻഭാഗത്ത് ഈ സെപ്റ്റിക് ടാങ്ക് കുഴിക്കാനായിട്ട്, അതായത് ടോയ്ലറ്റിന് വേണ്ടിയിട്ട് കുഴി കുഴിച്ചപ്പോഴാണ് ഉള്ളിൽ ഈ ഗുഹ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് നല്ല ഇറങ്ങിപ്പോകാൻ പാകത്തിനുള്ള വലിയൊരു ഗുഹയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരക്ഷിതത്വത്തെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കയുണ്ടാകും. ആ ഒരു വീട്, ആ പരിസരം ഒക്കെ വലിയൊരു ആശങ്കയിലാണ് നിലവിൽ ആയിരിക്കുന്നത്. വലിയ ആശങ്കയാണുള്ളത്. അതായത് 3 വർഷം മുന്നേ തുടങ്ങിയ വീട് പണിയാണ്, കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയാണ്. അവിടെ പിതാവ് മകന് നൽകിയതാണ്. പക്ഷേ ഈ 3 വർഷത്തിനിടയിൽ പിതാവ് മരിച്ചു പോകുന്നു. പിന്നീട് പണി പൂർത്തിയാകാൻ 3 വർഷത്തോളം എടുത്തു. ഈ മാസമാണ് ഈ വീട്ടിൽ പണി കഴിപ്പിച്ച വീട്ടിൽ താമസിക്കാനുള്ള ഒരു നീക്കം ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനിടയിലാണ് സെപ്റ്റിക് ടാങ്ക് കുഴിക്കാൻ വേണ്ടി കുഴിയെടുത്തപ്പോൾ അതിനുള്ളിൽ ഇത്രയും വലിയൊരു ഗുഹ കണ്ടെത്തിയത്. ജിയോളജിസ്റ്റുകൾ എത്തുകയുണ്ടായി. അവരത് സോളിഡ് വിഭാഗത്തിന് കൈമാറിയിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ആശങ്ക തന്നെയാണ് ആ കുടുംബത്തിനുള്ളത്. വിഷമമുണ്ട്, ആശങ്ക എന്നതിലുപരി വിഷമമുണ്ട്. ഒരുപാട് പണം വാങ്ങി ഒരു വീട് അവർ വയ്ക്കുന്നു, കടമൊക്കെ വാങ്ങി ഒരു വീട് വയ്ക്കുന്നു, പക്ഷേ പെട്ടെന്ന് കയറി താമസിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ. ഇനി കയറി താമസിച്ചാൽ തന്നെ ഇത്തരത്തിലൊരു ഗുഹ കണ്ടെത്തിയ സാഹചര്യത്തിൽ വലിയൊരു ആശങ്ക കൂടിയുണ്ട്, ആ ഒരു ഭൂമിയെ സംബന്ധിച്ചും ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ചും. അപ്പോൾ പെട്ടെന്ന് തന്നെ കയറി താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ കുടുംബമായിരിക്കുന്നത്. എന്തായാലും എന്തെങ്കിലും വഴി അവർക്ക് മുന്നിൽ തുറക്കട്ടെ എന്ന് തന്നെയാണ് എവരും ആഗ്രഹിക്കുന്നത്. വലിയൊരു ആശങ്ക തന്നെയാണ്, അത് വലിയൊരു ഗുഹയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കോഴിക്കോട് കുരാച്ചുണ്ട് പഞ്ചായത്തിൽ 1-ാം വാർഡിലെ പൂവത്താംകുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരുന്നു. ഇത് ദിവസേന വലുതാകുന്നത് ആ പ്രദേശത്തെ ജനങ്ങളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. ചെറിയ ഗർത്തമായി കണ്ടു തുടങ്ങിയ കുഴി കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇത് വലിയ പ്രശ്നമാവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ജിനോ ജിയോളജി വിഭാഗത്തിന് നൽകിയ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ജിയോളജിസ്റ്റുകൾ സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിൽ ആശങ്കപ്പെടാനില്ലെന്നും റിപ്പോർട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് കൈമാറുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഗർത്തം രൂപപ്പെട്ടതിന് താഴ്ഭാഗത്ത് കിണറ്റിൽ മണ്ണും വെള്ളവും ചെളിവെള്ളവും പ്രവഹിച്ചതും ജനങ്ങളിൽ സംശയം വർദ്ധിക്കാൻ കാരണമായി. ഗർത്തം രൂപപ്പെട്ട വീടിന് താഴെയുള്ള പ്രദേശത്തെ കൂരാച്ചുണ്ട്, കായണ്ണ പഞ്ചായത്തുകളിലെ 15ഓളം കുടുംബങ്ങൾ ഭീതിയിലാണ്. കുഴി വർദ്ധിക്കുന്നത് അപകടത്തിന് കാരണമാകുമെന്നാണ് ജനങ്ങളിൽ സംശയം. കളക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിക്കണമെന്നും സംഭവത്തിന് പിന്നിൽ യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹാരമുണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.